Hello and welcome to my channel Knit with Ammu. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഈസി ബിഗിനർ പ്രോജക്റ്റ് ആണ്. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വെച്ച് മാത്രം ചെയ്യാവുന്ന ഒരു ബേബി ബ്ലാങ്കറ്റ്. ഞാൻ ഇതിൽ മൊത്തം സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഡിഫറെൻറ്റ് കളർ യാൻസ് വെച്ച് ചെയ്തെന്ന് മാത്രം. ഇതിൻ്റെ ബോർഡറും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് മാത്രമാണ്. ഇതൊരു ബിഗിനർ പ്രോജക്റ്റാണ്. നിങ്ങൾ ഇന്നാണ് ക്രോഷേ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോജക്റ്റാണ് ഇത്. ഇതേ പാറ്റേൺ വെച്ച് തന്നെ നിങ്ങൾക്ക് ടേബിൾ ക്ലോത്തോ മറ്റു വല്ല പ്രൊജക്ട്സോ ചെയ്യാം. ഞാനിവിടെ ഏകദേശം റെയിൻബോ കളേഴ്സിനോട് മാച്ചിങ് ആയ 7 കളേഴ്സ് ഓഫ് യാൺ എടുത്തിട്ടുണ്ട്. എല്ലാ യാണും സെയിം കമ്പനി, സെയിം ബ്രാൻഡിൻ്റെ, സെയിം മെറ്റീരിയലിലുള്ള യാണാണ്. നിങ്ങൾ എപ്പോഴും ഒരു പ്രോജക്റ്റ് ചെയ്യാൻ സെയിം ബ്രാൻഡിൻ്റെ യാൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കണം. എനിക്ക് പേഴ്സണലി ഈ യാണിന് അത്ര വലിയ ഇഷ്ടമില്ല, പക്ഷേ ഈ കളറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ യാൺ ചൂസ് ചെയ്തത്. ഈ 7 കളേഴ്സ് ഓഫ് യാൺ കൂടാതെ ഞാനൊരു ലൈറ്റ് കളർ യാണും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ബോർഡറിന് വേണ്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഒരു സൈസ് 5 മില്ലിമീറ്റർ ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഞാൻ പിന്നെ ഒരു സ്റ്റിച്ച് കൗണ്ടറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന യാൺ ആൻഡ് നീഡിൽ ഇൻഫർമേഷൻ ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മളുടെ റെയിൻബോ ബ്ലാങ്കറ്റ് നമ്മൾക്ക് റെഡ് കളർ യാൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ ബ്ലാങ്കറ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ 2 വീഡിയോസ് കണ്ട് ഹൗ ടു സ്ലിപ്പ് നോട്ട് ആൻഡ് ചെയിൻ ആൻഡ് ഹൗ ടു സിംഗിൾ ക്രോഷേ എന്ന 2 വീഡിയോസ് കണ്ട് കംഫർട്ടബിൾ ആയ ശേഷം മാത്രം ഈ ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമ്മൾക്ക് സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കി ചെയിൻസ് ഉണ്ടാക്കാം. എത്ര നമ്പർ ഓഫ് ചെയിൻസ് ആണ് വേണ്ടത് എന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ബ്ലാങ്കറ്റിന് എത്ര ലെങ്ത് വേണം അത്രയും നമ്പർ ഓഫ് ചെയിൻസ് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഏകദേശം ഒരു 200 ചെയിൻസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ യാണും നിങ്ങൾക്ക് വേണ്ട അത്രയും ലെങ്ത്തിൽ നിങ്ങൾ ചെയിൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെയിൻസ് ഉണ്ടാക്കാൻ തുടങ്ങാണ്. ചെയിൻ 1 2 3 4 5 6 7. അപ്പം നമ്മൾ ചെയിൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഫസ്റ്റ് റോ സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് റോ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ച് വിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെ നമ്മളുടെ നീഡിലുള്ള ലൂപ്പിനെ നമ്മളൊരു സ്റ്റിച്ചായി കൂട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് ഇതാണ് സ്റ്റിച്ച് നമ്പർ 1. ഇത് വിട്ട് സ്റ്റിച്ച് നമ്പർ 2 നിന്നാണ് സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യാം. വീണ്ടും യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യാം. യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്ത് കൂടി പുൾ ചെയ്യാം. അങ്ങനെ ഈ പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. ഞാനിപ്പം എൻ്റെ ബ്ലാങ്കറ്റിൽ ഞാൻ 200 ചെയിൻസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങൾ എത്ര ലെങ്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലെവൽ സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് നമ്മളുടെ സ്റ്റിച്ച് മാർക്കറിൽ 1 എന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ ഓരോ റോ കഴിയുമ്പോഴും മാർക്ക് ചെയ്യാൻ മറക്കരുത്. സ്റ്റിച്ച് മാർക്കർ ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി. കാരണം 7 കളേഴ്സ് എല്ലാ കളേഴ്സും സെയിം നമ്പർ ഓഫ് റോസ് വരണം, എന്നാലേ അത് ഭംഗിയുണ്ടാവും. സോ അതിനാണ് ഞാൻ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെയിൻ ഉണ്ടാക്കാം. ചെയിൻ ഉണ്ടാക്കി നമ്മളുടെ വർക്ക് ഇങ്ങനെ തിരിക്കാം. മൊത്തത്തിൽ ഇങ്ങനെ തിരിച്ച ശേഷം നമുക്ക് നെക്സ്റ്റ് റോ ചെയ്യാം. നെക്സ്റ്റ് റോ ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യാം. ഇതിനെ സ്റ്റിച്ചായി കൂട്ടില്ല. ഈ ഒരു ചെയിൻ കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം.
നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് യാൺ തീരുന്നത് വരെ ഞാനിങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്തുകൊണ്ടേയിരുന്നു ഈ റെഡ് കളർ വെച്ച് തന്നെ. ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എങ്ങനെ സെക്കൻഡ് യാൺ ഇവിടെ അറ്റാച്ച് ചെയ്യാമെന്നതാണ്. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഈ നീഡിൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ വെക്കണം. എന്നിട്ട് നമ്മളുടെ സെക്കൻഡ് യാണിൻ്റെ അറ്റം എടുത്ത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾക്ക് നെക്സ്റ്റ് ലൂപ്പിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. നെക്സ്റ്റ് ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തു കൂടി ഇങ്ങനെ സെക്കൻഡ് യാൺ ഇങ്ങനെ എടുക്കാം, പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പുറകിൽ ഈ പഴയ യാൺ ഉണ്ടല്ലോ, ഈ പഴയ യാണിൻ്റെ അറ്റം നമ്മൾ ഇനി വർക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈ പഴയ യാണിൻ്റെ അറ്റം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. പുതിയ യാണിൻ്റെ അല്ല, പഴയ യാണിൻ്റെ അറ്റം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പിടിച്ചു കൊടുത്ത് വേണം നമ്മളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ഈ പുതിയ യാണിൻ്റെ അറ്റം ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾക്ക് ഒരു നീഡിൽ വെച്ച് ഇതിൻ്റെ അകത്തേക്ക് കൂടി ഇങ്ങനെ കോർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ പുതിയ യാൺ ഇവിടെ വെച്ച് നമുക്ക് ഈ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഫസ്റ്റ് സ്റ്റിച്ച് കുറച്ച് ലൂസായി പോകും. നമുക്ക് ഇതിങ്ങനെ ഇവിടെ രണ്ട് യാണിൻ്റെ പുതിയതിൻ്റെയും പഴയതിൻ്റെയും അറ്റം ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഇവിടെ ടൈറ്റ് ആവും. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പഴയ യാണിൻ്റെ അറ്റം ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ച് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് ഇതിങ്ങനെ മുകളിൽ പിടിച്ച് നമുക്ക് നമ്മളുടെ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പഴയ യാണിനെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിക്കാത്തതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലാങ്കറ്റ് നമ്മൾ രണ്ട് ഭാഗത്തുനിന്നും ഇങ്ങനെ നോക്കും. അപ്പം ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് അല്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കും. അതുകൊണ്ടാണ് പഴയ യാണിൻ്റെ അറ്റം ഇവിടെ വിട്ടത്. ഇപ്പം ഞാൻ സെക്കൻഡ് കളർ ഓഫ് യാൺ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ അത് ഇവിടെ നിന്ന് ഈ അറ്റത്തു നിന്ന് തന്നെ ആയിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവസാനത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും ഇപ്പോൾ. എന്നിട്ട് നെക്സ്റ്റ് ലൂപ്പ് കണ്ടോ, ഇതിങ്ങനെ എടുക്കുക. കുറച്ച് ലെങ്ത്തിൽ ഇതിങ്ങനെ ഇവിടെ വിട്ടതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിതിന് ബോർഡർ ചെയ്യുമ്പോൾ അത് കാണില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യാം, ചെയിൻ 1. എന്നിട്ട് നമ്മളെ വർക്ക് ഇങ്ങനെ തിരിച്ച് അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് യാൺ അറ്റാച്ച് ചെയ്ത പോലെ ഈ യാൺ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾക്ക് ഈ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലെവൽ സിംഗിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഈ യാൺ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് വേണം ചെയ്യാൻ. അപ്പം നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ഇങ്ങനെ ഫുൾ കണ്ടോ. അപ്പം ഈ യാൺ മൊത്തം ഇതിൻ്റെ അകത്തേക്ക് പോയിക്കോളും, അത് നമുക്ക് കാണില്ല. ഇങ്ങനെ ചെയ്ത് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഓരോ കളേഴ്സും കണ്ടിന്യൂ ചെയ്ത് 7 കളേഴ്സും കംപ്ലീറ്റ് ആയ ശേഷം നമുക്കിനി കാണാം. അപ്പോൾ നമ്മളെ റെയിൻബോ ബ്ലാങ്കറ്റ് ഒരുവിധം ഇവിടെ കംപ്ലീറ്റ് ആയി. ഞാനിവിടെ 7 കളേഴ്സും ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. ഈ അറ്റം എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. ഇത് ലാസ്റ്റ് സ്റ്റിച്ചാണ്. അറ്റം എങ്ങനെ കെട്ടാൻ നോക്കാം. ലാസ്റ്റ് സ്റ്റിച്ച് ആയി കഴിഞ്ഞാൽ ഞാനിവിടെ കട്ട് ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ലാസ്റ്റ് സ്റ്റിച്ച് ഇങ്ങനെ ക്രോഷേ ഇങ്ങനെ ചെയ്ത ശേഷം ലാസ്റ്റ് ലൂപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്ത് കൂടി എടുത്ത് ഇവിടെ ഇങ്ങനെ ടൈറ്റായി കെട്ടി വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മളുടെ മൊത്തം ബ്ലാങ്കറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു ഭാഗം നമ്മൾ അകത്തേക്ക് ഇങ്ങനെ ക്രോഷ് ചെയ്യുമ്പോൾ പിടിച്ച് ചെയ്തിരുന്നു. ബാക്കി അറ്റം ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് ഈ ക്രോഷേ ഹുക്ക് വെച്ച് തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് എടുത്ത് ഇതിൽ കാണാത്ത വിധം നമുക്ക് നെറ്റ് ചെയ്യാം. ഞാനിവിടെ ഇപ്പം രണ്ടറ്റവും വിട്ടിട്ടാണ് ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരറ്റം ഇതിൻ്റെ അകത്ത് പിടിച്ച്
ക്രോഷേ ചെയ്ത ശേഷം മറ്റേ അറ്റം ക്രോഷേ ഹുക്ക് വെച്ചിട്ട് അകത്തേക്ക് ഇങ്ങനെ കാണാത്ത വിധത്തിൽ കോർത്തെടുക്കാം. അല്ലെങ്കിൽ ഈ രണ്ടറ്റവും ഇതേപോലെ വിട്ട് കോർത്തെടുക്കാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ, അങ്ങനെ ഇന്ന രീതിയൊന്നൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ടബിളായ ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. ബോർഡർ ചെയ്യാനായി ഞാനൊരു വൈറ്റ് കളർ യാണാണ് എടുത്തിരിക്കുന്നത്. സെയിം സൈസ് ഹുക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബോർഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ സ്ക്വയർ പാറ്റേൺ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ കോർണറിന് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ നടുവിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റം ഹൈഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ കോർണർ ഏരിയയിൽ നമുക്ക് അഡീഷണൽ സ്റ്റിച്ചസ് വരും. അപ്പം കോർണർ ഏരിയ കുറച്ചും കൂടി ഭംഗിയായിരിക്കാൻ കോർണർ ഏരിയയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കോർണർ എടുക്കാതെ ഏത് സ്റ്റിച്ചിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ രണ്ടിലും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇത് ജസ്റ്റ് യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് കൂടി എടുക്കുക. ഇത് കെട്ടേണ്ട ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ മൊത്തം ബ്ലാങ്കറ്റിൽ എവിടെയും നൂല് കെട്ടിയതൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ലൂപ്പ് നമ്മൾ ഇതിലുണ്ടാവും. ഇപ്പോൾ മൊത്തം ഞാൻ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ലൂപ്പിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നമ്മളെ ഈ അറ്റം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ലാസ്റ്റ് ബോർഡർ ഏറ്റവും അവസാനമാണ് ചെയ്യുന്നത്. അപ്പം എവിടെയൊക്കെ അറ്റം ഉണ്ടോ, എവിടെയൊക്കെ ഇതേപോലെ നൂല് നമ്മൾ വിട്ടിട്ടുണ്ടോ, അതൊക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ച് വേണം നമ്മൾ ബോർഡർ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതിൻ്റെ കൂടെ ഇതിങ്ങനെ പിടിച്ച് യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യാം. യാൺ ഓവർ ചെയ്ത് ഈ രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. അങ്ങനെ നെക്സ്റ്റിൽ ഇൻസേർട്ട് ചെയ്യാം. യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യാം. 2 ലൂപ്സ് കാണും. രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി എടുക്കുക, യാൺ ഓവർ ചെയ്യാം. അപ്പം ഈ എല്ലാ നാല് സൈഡ്സും ഒരേപോലെയാണ് ചെയ്യുന്നത്. ഈ കോർണറിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. ഈ അവസാനത്തെ സ്റ്റിച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിച്ചിൽ നമ്മളുടെ ബ്ലാങ്കറ്റിൻ്റെ 4 കോർണറിലും ഈ സ്റ്റിച്ചിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യണം. എന്നാലേ ആ കോർണർ ചെരിഞ്ഞിരിക്കൂ. നമ്മൾ ബാക്കി എല്ലാ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 4 കോർണേഴ്സിലും 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. എടുത്ത് യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്യാം. ഇനി അതേ സ്റ്റിച്ചിൽ തന്നെ ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്യാം. അതേ സ്റ്റിച്ചിൽ ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്ത് സിംഗിൾ ക്രോഷ്യ. അപ്പോൾ കണ്ടോ, നമ്മളെ അറ്റം ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. അപ്പം 4 അറ്റത്തും നമ്മൾ ഇതേപോലെ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യണം. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ആണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ കോർണർ വരുമ്പോൾ നിങ്ങൾ ഈ അറ്റം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് സ്പെസിഫിക്കലി ഒരു സ്റ്റിച്ചായി ഇങ്ങനെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വൃത്തികേടാവാത്ത രീതിയിൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ. അടുത്ത സ്റ്റിച്ചിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് പിന്നെ രണ്ടെണ്ണത്തിനകത്ത് കൂടി പുൾ ചെയ്യാം. ഈ റൗണ്ട് ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയിൽ ഇൻസേർട്ട് ചെയ്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്ത് ഒരു ലൂപ്പായി മാറ്റുക. അപ്പോൾ നമ്മളുടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് എത്ര റൗണ്ട്സ് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ ഇനി നെക്സ്റ്റ് റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെയിൻ ഇങ്ങനെ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇതിന് ചുറ്റും ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോർണേഴ്സിൽ ഈ 3 കഴിഞ്ഞ ലെവലിലുള്ള 3 സിംഗിൾ ക്രോഷ്യയിലെ നടുവിലെ സിംഗിൾ ക്രോഷ്യയിൽ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ കോർണറിൽ ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാ കോർണേഴ്സും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലിപ്പം ഇനി ഒരു ലെവലും കൂടി സ്റ്റിച്ച് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ലൂപ്പായി. ഇതിൻ്റെ അകത്ത് കൂടി ഞാനിവിടെ യാൺ കട്ട് ചെയ്തു. ഇതിൻ്റെ അകത്ത് കൂടി പുൾ ചെയ്ത് ഇവിടെ ഒരു നോട്ട് ഉണ്ടാക്കാം. ഇത് ടൈറ്റ് ആക്കാം. ഇനി നമുക്ക് ഇത് പുറകിലൂടെ ഇതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇതിങ്ങനെ കോർത്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.